പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ തൊലിക്കട്ടി അപാരം തന്നെ. എന്തുകൊണ്ട് പറഞ്ഞു എന്നല്ലേ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് നോക്കി. കേരളത്തിന്റെ മന്ത്രിമാരോടൊപ്പം ഇത്രയും ദിവസം ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തുരങ്കം വയ്ക്കാൻ നടന്ന സകല പരിപാടികൾക്കും ബഹിഷ്കരണ വീരനായി നടന്ന വ്യക്തി പോയി നിന്ന് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നോക്കിയേ. ഇന്നിപ്പോ ഇദ്ദേഹത്തിന് ബഹിഷ്കരിക്കേണ്ട. വിഴിഞ്ഞം പദ്ധതിയിലേക്ക് ആദ്യത്തെ ട്രയൽ റൺ നടന്ന സന്ദർഭത്തിൽ അവിടെ പോയി പങ്കെടുത്തതിന് ശേഷം പുറത്തിറങ്ങി അവിടെ ചരക്ക് കപ്പലാണ് വന്നത് എന്നതിൻ്റെ പേരിൽ ആക്ഷേപിച്ച വ്യക്തി, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് മുടക്കാൻ വേണ്ടി പ്രാദേശിക വികാരമുണ്ടാക്കി അവിടത്തെ ലോഹയിട്ടവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ആ പദ്ധതിയെ മുടക്കാൻ നടന്ന വ്യക്തി, ഇപ്പോൾ രണ്ടാം ഘട്ട ഉദ്ഘാടന വേദിയായപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ശ്രീനിവാസന്റെ പല പഴയ കഥാപാത്രങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആ വേദിയിൽ പോയി ഈ പറഞ്ഞതൊന്നും ഞാനല്ല എന്ന രീതിയിൽ പോയി നിന്ന് വിളക്ക് കത്തിക്കുന്ന ആ തൊലിക്കട്ടിയെ നോക്കി. ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖത്തിന്റെ തുടർഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു. മുഖ്യാതിഥിയായി ശ്രീ സർബാനന്ദ സോനോവാൾ ബഹുമാനപ്പെട്ട കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് മന്ത്രി വിളക്ക് തെളിയിച്ച ശേഷം വിഴിഞ്ഞത്തേക്കുള്ള ആക്സസ് റോഡിന്റെ ഓപ്പണിംഗും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ നിർവഹിക്കുകയാണ്. നമ്മുടെ തുറമുഖത്തെ നാഷണൽ ഹൈവേയുമായി ഘടിപ്പിക്കുന്ന ആക്സസ് റോഡ്, കണ്ടെയ്നറുകൾക്ക് പോകുവാനും വരുവാനുമുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ആക്സസ് റോഡിന്റെ ഭരണപക്ഷത്തിരിക്കുന്നവർ നല്ല അന്തസ്സുള്ളവരും രാഷ്ട്രീയ ബഹുമാനമുള്ളതിന്റെ പേരിലാണ് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തത്. കാര്യം നേരത്തെ ഇതുപോലുള്ള പരിപാടികൾ ക്ഷണിച്ചെടുത്ത് പോയി കാണിച്ച പ്രവർത്തനം വെച്ചിട്ടാണെങ്കിൽ ആ പരിസരത്ത് അടുപ്പിക്കാൻ പാടില്ല. എന്നിരുന്നാലും മാന്യതയുടെ പേരിൽ വിളിച്ചു. ബഹിഷ്കരിക്കുമെന്നാണ് കരുതിയത്. കാര്യം തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. പക്ഷേ വലിഞ്ഞു കയറി വന്ന് ഉദ്ഘാടന ചടങ്ങിൽ പോലും അവിടെ ഇടിച്ചു കയറി നിൽക്കുന്ന രംഗം നോക്കി. ഇനി എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ പരിഹസിക്കുന്നു? ഒരു പ്രതിപക്ഷ നേതാവല്ലേ എന്ന് ചിലർക്ക് തോന്നാം. ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം, കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ച് രാവിലെ മാപ്രാ കോലുകൾക്ക് മുന്നിൽ ഇദ്ദേഹം അടിച്ചൊരു വാചകമുണ്ട്, ഒന്ന് കേട്ടെ. അതൊക്കെ വെറുതെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയാണ്. ഇപ്പൊ പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പറയാ. കഴിഞ്ഞ ദിവസമൊക്കെ എന്തെല്ലാം പറഞ്ഞു, മന്ത്രിമാർ എന്തെല്ലാം വിവരക്കേടാണ് അസംബ്ലിയിലും മന്ത്രിമാർ വിളിച്ചു പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന്, അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ വിവരദോഷികളായ ഞാൻ ഇത്തരം വാക്കുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ, പൊതുസമൂഹവും. വിവരക്കേട് നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാരുള്ള സംസ്ഥാനമാണെന്നോർത്ത് ഞങ്ങൾ ലജ്ജിക്കുന്നു. മന്ത്രിമാരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അധിക്ഷേപിച്ചതിന് ശേഷം ആ മന്ത്രിമാരെ കുറ്റം പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ പോയി നിൽക്കുന്ന ഉളുപ്പില്ലായ്മ നോക്കിയേ. അവിടെയും തീർന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവ് എന്താകരുത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ 5 വർഷം. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ പല വികസന പദ്ധതികളിലും ഇദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിലെ ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ മാത്രം. മുഴുവൻ കാണിക്കാനാണെങ്കിൽ 1 മാസം വേണ്ടിവരും. കേരളത്തിന്റെ പദ്ധതികളെ മുഴുവൻ മുടക്കാൻ വേണ്ടി ദൈനംദിനം നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ എടുത്ത് ടെലികാസ്റ്റ് ചെയ്താൽ 1 മാസം കാണിച്ചാലും തീരാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആ തുടർ പ്രതികരണങ്ങളിൽ ഏതാനും ചിലത് മാത്രം നിങ്ങളൊന്ന് കണ്ടേ. വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട്, അതിനൊക്കെ ഞങ്ങൾ എതിർത്തു. വീണ്ടും ഒരു തീരദേശ ഹൈവേ എന്നത് ഒരു ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഫോണിന്റെ ഉദ്ഘാടനവുമായിട്ടോ അതിനനുബന്ധ ചടങ്ങുകളായിട്ടോ ഒരു കാരണവശാലും പ്രതിപക്ഷം സഹകരിക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്ത വ്യക്തിക്ക് ഇന്ന് ആ വേദിയിൽ കയറി നിന്ന് വിളക്ക് കൊളുത്താൻ കുറച്ചൊക്കെ നാണം വേണ്ടേ? ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? അന്തസ്സില്ലായ്മ എന്താണ് എന്ന് ഒരു വ്യക്തി തുറന്നു കാട്ടുകയാണ്. ഇന്ന് രാവിലെ പോലും പരിഹസിച്ചവരുടെ ഇടയിൽ പോയി നിന്ന് ഇളിച്ചോണ്ട് ഇമാതിരി പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന കസേരയുടെ മാന്യത എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തി നശിപ്പിച്ചതിന് ശേഷം ആ ഉളുപ്പില്ലായ്മയോടുകൂടി പോയി അവരുടെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കാനുള്ള ആ തൊലിക്കട്ടി കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് യഥാർത്ഥ വ്യക്തി. ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത വ്യക്തി മറ്റൊരു രാഹുൽ മാങ്കാണ്ടിയുടെ തൊലിക്കട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതാണല്ലോ അദ്ദേഹം ഇപ്പോൾ ഈ കാട്ടുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തൂ. ഇതാണോ ഒരു മികച്ച ലീഡർ എന്നുള്ള കാര്യം?